Hello, my dear students. Welcome to Learner's World. Today I talk about Introducing Literature, Module 3 Literature and Ideology. Aim of the module. Third module of the text is Literature and Ideology. Here in this module we will discuss about the ideology written in a text. അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു മൊഡ്യൂളിൻ്റെ എയിമാണ് പറയുന്നത്. ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജിയാണ് ഈ ഒരു മൊഡ്യൂള്. ഇതിൽ ഒരു ടെക്സ്റ്റിൽ ഐഡിയോളജി എത്രത്തോളം പോർട്രേ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് മൊഡ്യൂൾ ഹെൽപ്സ് ലേണേഴ്സ് ടു റിയാക്ട് ടെക്സ്റ്റ് ക്ലോസ്ലി, ക്രിട്ടിക്കലി ആൻഡ് പൊളിറ്റിക്കലി. അതുപോലെ ഈ ഒരു മൊഡ്യൂൾ നമ്മളെ ക്രിട്ടിക്കലി അതുപോലെ പൊളിറ്റിക്കലി ഒക്കെ ഒരു ടെക്സ്റ്റ് എങ്ങനെ ക്ലോസ് റീഡിങ് നടത്താം എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ ടെൽ ദം ദാറ്റ് ലിറ്ററേച്ചർ ഈസ് നോട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആൻഡ് ഡസ് നോട്ട് കൺവേ ഡിറക്റ്റ് മീനിങ്സ്. അതുപോലെ ഈ മൊഡ്യൂൾ നമ്മളോട് പറയുന്നത് ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല എന്നാണ് പറയുന്നത്. അതിന് എന്താണ് ഒരു ഡിറക്റ്റ് മീനിങ് അല്ല ഉള്ളത്, ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഒരു ലിറ്ററേച്ചറിനുള്ളത് എന്നാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മളോട് പറയുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ദം റീഡ് ബിയോണ്ട് ദ ലിറ്ററൽ മീനിങ്. അതുപോലെ എങ്ങനെ ഒരു ലിറ്റററി വർക്ക് എങ്ങനെ നമുക്ക് ലിറ്ററൽ മീനിങ്ങിന് ബിയോണ്ടായിട്ട് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മളെ ഈ ഒരു മൊഡ്യൂൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഐ ടോക്ക് അബൌട്ട് ടേംസ് ഓർ കോൺസെപ്റ്റ്സ് ഡിസ്കസ്ഡ് ഇൻ ദിസ് മൊഡ്യൂൾ. ഫസ്റ്റ് വൺ ഈസ് പവർ, ഹെജ്മണി, ഐഡിയോളജി, സബ്ജക്റ്റിവിറ്റി ആൻഡ് ഐറണി. Power means exercising control over another person, group, nation, culture, gender, race, etc. പവർ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ, നേഷനെ ഒക്കെ എന്താണ് ഒരു ഡൊമിനേഷൻ കാണിക്കുന്നത്, അതായത് ഒരു അതോറിറ്റി കാണിക്കുന്നതിനെയാണ് പവർ എന്ന് പറയുന്നത്. എക്സൈസിങ് പവർ ക്യാൻ ബി ഫോഴ്സ്ഫുൾ ഓർ നോട്ട് ഫോഴ്സ്ഫുൾ. പവർ മേ ബി ഫോഴ്സ്ഫുൾ ആകാം അല്ലെങ്കിൽ നോട്ട് ഫോഴ്സ്ഫുൾ ആകാം എന്നാണ് പറയുന്നത്. ദ പവർ ഇൻഫ്ലുവൻസസ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് പവർ സോഷ്യൽ റിലേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പവർ എന്ന് പറയുന്നത്. പവർ ഡസ് നോട്ട് ഓൾവേസ് ഓപ്പറേറ്റ് വിത്ത് ബ്രൂട്ട് ഫോഴ്സസ്. അതായത് ഈ ക്രൂരമായിട്ടുള്ള ഫോഴ്സസ് മാത്രമല്ല പവർ എന്നാണ് പറയുന്നത്. ഇറ്റ് മേ വർക്ക് ഇൻ ഇൻഡയറക്റ്റ് ബട്ട് ഹാംഫുൾ വേസ്. ഇത് മേ ബി ഇൻഡയറക്റ്റ് ആവാം, പവർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആവാം, പക്ഷെ ഒരു ഹാംഫുൾ വേസിലാണ് ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. പവർ ക്യാൻ ബി ഓൾസോ ബി എക്സിസ്റ്റഡ് സ്ലോലി ആൻഡ് ക്വയറ്റ്ലി വിത്തൗട്ട് ഈവൻ യുവർ നോളജ് അബൌട്ട് ഇറ്റ്. ഈ ഒരു പവർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മളുടെ അറിവിൽ ആവണമെന്നില്ല എന്നാണ്, ഈ പവർ സംഭവിക്കുന്നത് നമ്മൾ അറിവിലായിരിക്കണം എന്നില്ല എന്ന് പറയുന്നുണ്ട്. There are even conditions in which a person, group, nation, culture, gender, race, etc. willingly allow themselves to be dominated. They give consent to be dominated. അതായത് ചില കണ്ടീഷൻസിൽ ചില പേഴ്സൺ, ഗ്രൂപ്പ്, കൾച്ചർ ഇവയൊക്കെ ഈ ഒരു ഡൊമിനേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്, വില്ലിംഗ്ലി അലോ ചെയ്യുന്നുണ്ട്. അവരുടെ സമ്മതത്തോടെ അവർ ആ ഒരു ഡൊമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then I talk about hegemony. The condition in which one give consent to be dominated in termed as hegemony. Hegemony എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു പേഴ്സണെ ഡൊമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു ഡൊമിനേഷൻ അവർ എന്ത് ചെയ്യുന്നു, വില്ലിംഗ്ലി ആക്സെപ്റ്റ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ റൈറ്റാണ് അതെന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഡൊമിനേഷൻ അവരെന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഹെജിമണി എന്ന് പറയുന്നത്. ഇറ്റാലിയൻ തിങ്കർ ആൻറ്റോണിയോ ഗ്രാംഷി യൂസ് ദ ടേം ഹെജിമണി. ഹെജിമണി എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ളത് ആൻറ്റോണിയോ ഗ്രാംഷിയാണ്. ദർ ആർ മെനി പുവർ പീപ്പിൾ ഹു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ റിച്ച് ടു ഡൊമിനേറ്റ് ദം. അതായത് ഈ പുവർ പീപ്പിൾസൊക്കെ ബിലീവ് ചെയ്യുന്നത് റിച്ച് പീപ്പിൾസ് ആ ഒരു പുവർ പീപ്പിൾസിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട് എന്നാണ് ഈ ഒരു പുവർ പീപ്പിൾസ് ബിലീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ആ ഒരു ഡൊമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ തോട്ട് സോ ബൈ ദെയർ സൊസൈറ്റി, ദെയർ റിലീജിയൻ, കസ്റ്റംസ് എക്സെട്ര. ഈ ഒരു പുവർ പീപ്പിൾസ് ബോൺ ചെയ്ത ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ റിലീജിയനൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു
ഡൊമിനേഷനാണ്. അതായത് ഈ ഒരു റിച്ച് പീപ്പിൾസിന് പുവർ പീപ്പിൾസിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവരുടെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ആ ഒരു ഡൊമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഹെജുമണി എന്ന് പറയുന്നത്. അതുപോലെ ദർ ആർ മെനി സോ കോൾ ലോ കാസ്റ്റ് പീപ്പിൾ ഹൂ തിങ്സ് ദാറ്റ് ദ ഹൈ കാസ്റ്റ് പീപ്പിൾ ക്യാൻ ഡൊമിനേറ്റ് ദം ബിക്കോസ് ദേ ആർ തോട്ട് സോ ബൈ ദ സൊസൈറ്റി, ദെയർ റിലീജിയൻ, കൾച്ചർ എക്സെട്ര. അതുപോലെ ലോ കാസ്റ്റ് പീപ്പിൾസിൻ്റെ ഒരു ബിലീഫ് എന്താണെന്ന് വെച്ചാൽ ഹൈ കാസ്റ്റ് പീപ്പിൾസിന് ലോ കാസ്റ്റ് പീപ്പിൾസിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഈ ലോ കാസ്റ്റ് പീപ്പിൾസ് ബിലീവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ആ ഒരു ഡൊമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവർ വളർന്നിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് അതുപോലെ റിലീജിയനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വിശ്വാസം എന്താണ്, അതായത് ഈ ഒരു ഹൈ കാസ്റ്റ് പീപ്പിൾസിന് ലോ കാസ്റ്റ് പീപ്പിൾസിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ഡൊമിനേഷൻ അവർ വില്ലിംഗ്ലി ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. There are many women who believe that it is the right of men to dominate them because they are thought so by the society, their religion, culture, etc. അതുപോലെ വിമൺ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് മെന്നിന് വുമണിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ്. അങ്ങനെ അവരെന്ത് ചെയ്യും, ആ ഒരു ഡൊമിനേഷൻ വില്ലിംഗ്ലി ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കിട്ടുന്നത് അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ നിന്നും റിലീജിയനിൽ നിന്നും കൾച്ചറിൽ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത്. Hegemony is the process through which the dominant classes or groups propagate their beliefs and ideas to rule over the powerless groups with their consent. അപ്പോൾ ഹെജിമണി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സ്? അതായത് ഈ ഒരു ഡൊമിനൻറ്റ് ക്ലാസ് പവർലെസ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു, ഡൊമിനേഷൻ കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു പവർലെസ് ഗ്രൂപ്പ് അത് അവരുടെ റൈറ്റ് ആണെന്ന് കരുതി എന്ത് ചെയ്യുന്നു, അവരത് വില്ലിംഗ്ലി ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഹെജിമണി എന്ന് പറയുന്നത്. Then I talk about interpellation. The term describes an idea introduced by Louis Althusser to explain the way in which idea get into our heads and have an effect on our lives. അതായത് ഇൻ്റർപെലേഷൻ എന്നുള്ള ഐഡിയ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൂയിസ് അൽത്യൂസർ ആണ്. അദ്ദേഹം പറയുന്നത്, അതായത് എന്തെങ്കിലും ഐഡിയാസ് ഓർ ബിലീഫ്സ് നമ്മളുടെ ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇൻ്റർപെലേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർപെലേഷൻ ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് വി എൻകൗണ്ടർ അവർ കൾച്ചറൽസ് വാല്യൂസ് ആൻഡ് ഇൻ്റലൈസ് ദം. അതായത് നമ്മളുടെ കൾച്ചറൽ വാല്യൂസൊക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ്റർപെലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വി ആർ ബോൺ ഇൻ ടു എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. അതായത് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ബിലീഫ് ഉണ്ടാവും, പ്രാക്ടീസസ് ഉണ്ടാവും. അതായത് ഓരോ ആളുകളും ഡിഫറെൻറ്റ് റിലീജിയനായിട്ടാണ് ജനിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ ജനിക്കുന്ന സമയത്ത് അവൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലീജിയൻ അവൻ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഉള്ള ത്രൂ ഔട്ട് ദ ലൈഫ് എന്തായിരിക്കും, ആ ഒരു റിലീജിയൻ ഉള്ള വിശ്വാസങ്ങളായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വി ആക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുന്നു. ദ പ്രോസസ് ബൈ വിച്ച് ദീസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ബിക്കം പാർട്ട് ഓഫ് അവർ ലൈഫ്സ് ഈസ് കോൾഡ് ഇൻ്റർപെലേഷൻ. ഇതിനെയാണ് നമ്മൾ ഇൻ്റർപെലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബോൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ്, പ്രാക്ടീസസ്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സെറ്റ് ഓഫ് ബിലീഫും പ്രാക്ടീസസും ഒക്കെ എന്താണ്, നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻ്റർപെലേഷൻ എന്ന് പറയുന്നത്. According to Louis Althusser, there are two ways in which the existing power relations are enforced on us. അതായത് ആൽത്യൂസറുടെ അഭിപ്രായത്തിൽ രണ്ട് രീതിയിൽ പവർ റിലേഷൻസ് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് എസ് ആർമി, പോലീസ് എക്സെട്ര. ആൽത്യൂസർ കോൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് കോൾഡ് RSA. അതായത് ആൽത്യൂസറുടെ ഒരു പവർ റിലേഷൻ എൻഫോഴ്സ് ചെയ്യുന്നത് ആർമി, പോലീസ് എന്ന് പറഞ്ഞ ഇവയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആണ് ഒന്ന്. അതായത് ഇതിന് വിളിക്കുന്ന പേരാണ് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നുള്ളത്, RSA എന്നുള്ളത്. അതായത് ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡൊമിനേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡിറക്റ്റ് ആയിട്ടുള്ള ഡൊമിനേഷനാണ് ഈ ഒരു RSA എന്ന് പറയുന്നത്. ആൻഡ്
Second one is through various institutions such as the family, schools, religion, politics and the media, which we calls ideological state apparatus. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫാമിലി, സ്കൂള്, റിലീജിയൻ ഇവരിൽ നിന്നൊക്കെയുള്ള ഡൊമിനേഷൻ. അതായത് ഇതിന് കുറച്ച് പവർ കുറവായിരിക്കും. ഇത് ഇൻഡയറക്റ്റ്ലി നടക്കുന്ന ഒരു ഡൊമിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, ISA. Then I talk about ideology. Any dominant idea or belief or representation existing in a society or work of art can be described as ideology. Ideology എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഐഡിയ, ഇതിനെയാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വെൻ എ ബർത്ത് ഓഫ് എ ബേബി അനൗൺസ്ഡ്, ഹാവ് യു നോട്ടീസ്ഡ് സംബഡി ആസ്കിങ് വെദർ ദ ചൈൽഡ് ഈസ് ഫെയർ ഓർ ഡാർക്ക്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ത്, ഒരു ബേബി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, വെദർ ദ ചൈൽഡ് ഈസ് ഫെയർ ഓർ ഡാർക്ക്, ഈ കുട്ടി ഫെയർ ആണോ ഡാർക്ക് ആണോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ ഹാവ് യു നോട്ടീസ്ഡ് ഇൻ ദ മാട്രിമോണിയൽ ആഡ്സ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആർ അഡ്വർടൈസ്ഡ് ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ. അതുപോലെ ഒരു മാട്രിമോണിയൽ ആഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രൈഡും ഗ്രൂമും ഒക്കെ ഭയങ്കര ഫെയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി, അതായത് ഒരു ഐഡിയ ഓർ ബിലീഫ്, അതെന്താണ്, ഫെയർ എന്നുള്ളതാണ് അല്ലേ. ഫെയർ എന്നുള്ളത് എന്താണ്, ഒരു ബ്യൂട്ടി ക്രൈറ്റീരിയ ആണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊരു ഐഡിയോളജി ആണെന്നാണ് പറയുന്നത്. ഫെയർനെസ് ഹാസ് അച്ചീവ്ഡ് എ ഡൊമിനൻസ് ഇൻ അവർ എക്സിസ്റ്റിംഗ് കൾച്ചർ റിഗാർഡിംഗ് ദ ക്രൈറ്റീരിയ ഓഫ് ബ്യൂട്ടി. അതായത് ഫെയർനെസ് എന്ന് പറയുന്നത് ഒരു ഡൊമിനൻസിന്, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡൊമിനൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് ബ്യൂട്ടിയുടെ ഒരു ക്രൈറ്റീരിയയാണ് ഫെയർ എന്നുള്ളത് എന്നാണ് പറയുന്നത്. പ്രിഫറിങ് എ ഫെയർ വൺ ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയോളജി. അപ്പോൾ നമ്മളൊരു ഫെയർ ആയിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഐഡിയോളജിയുടെ ബേസിലാണ് എന്നാണ് പറയുന്നത്. An ideology or a dominant idea will be hidden in every work of literature, novel or cinema. നമുക്ക് ഈ ഒരു ഐഡിയോളജി ലിറ്ററേച്ചറിലും അതുപോലെ സിനിമയിലും നോവലിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദ ടേം ഐഡിയോളജി ഈസ് യൂസ്ഡ് ടു റെഫർ ഡൊമിനൻറ്റ് ബിലീഫ്സ്, ഐഡിയാസ് ആൻഡ് റെപ്രസെൻറ്റേഷൻസ് വിച്ച് സപ്പോർട്ട് ദ എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ് ഇൻ എ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിലുള്ള എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസും ബിലീഫ്സിനും ഒക്കെയാണ് നമ്മൾ ഐഡിയോളജി എന്ന് പറയുന്നത്. Ideology will always be supporting the dominant class or powerful class in a society. It will not support the minority or the powerless. ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്നത് ഡൊമിനൻറ്റ് ക്ലാസ്സിനെയും പവർഫുൾ ക്ലാസ്സിനെയുമാണ്, അല്ലാതെ മൈനോറിറ്റി ക്ലാസ്സിനെയും ലോവസ്റ്റ് ക്ലാസ്സിനെയും ഒന്നും ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. Tendency of establishing a dominant power over another can be seen in every interaction. It is there in a conversation. It is there in a literary text. അതായത് ഈ ഒരു പവർ റിലേഷൻ നമുക്ക് വേറെ രണ്ട് സ്ഥലങ്ങളിൽ കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് കോൺവെർസേഷനിൽ നമുക്ക് പവർ റിലേഷൻ കാണാൻ കഴിയും, അതുപോലെ ഒരു ലിറ്റററി ടെക്സ്റ്റിൽ നമുക്ക് പവർ റിലേഷൻ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എ റൈറ്റർ ഈസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ഐഡിയാസ് ത്രൂ ഹിസ് ടെക്സ്റ്റ്, സോ ഹി ഈസ് ട്രൈങ് ടു കൺവേ ഹിസ് ഐഡിയോളജി ത്രൂ ദ ടെക്സ്റ്റ്. അതായത് ഒരു ലിറ്റററി ടെക്സ്റ്റിൽ എങ്ങനെയാണ് പവർ റിലേഷൻ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ, റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ആ ഒരു ടെക്സ്റ്റിലൂടെയാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ആ ടെക്സ്റ്റിലൂടെയാണ് കൺവേ ചെയ്യുന്നത്. റൈറ്റർ റീഡറെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഐഡിയാസും ബിലീഫും ഡൊമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. When you are engaged in a conversation, your motive will be to convince your ideas and beliefs to other person. അതുപോലെ തന്നെയാണ് നമ്മളെ കോൺവെർസേഷനും. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ നമ്മളുടെ ഐഡിയാസും ബിലീഫും എന്ത് ചെയ്യുന്നു, അയാളുടെ മേൽ ഡൊമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു പവർ റിലേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. According to Harold Pinter, any ordinary conversation may be seen as power play. അതായത് ഹരോൾഡ് പിൻറ്റർ ഒരു ഫേമസ് പ്ലേ റൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഓർഡിനറി കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നത് എന്താണ്, ഒരു പവർ പ്ലേ ആണെന്നാണ് പറയുന്നത്. ലിറ്ററേച്ചർ ഈസ് റിട്ടേൺ എക്സ്പ്രഷൻ ഓഫ് അവർ എക്സ്പീരിയൻസ് ഓഫ് ദ വേൾഡ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിട്ടേൺ എക്സ്പ്രഷനാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ഓഫ് വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരു റിട്ടേൺ എക്സ്പ്രഷനാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. വെൻ വി ലേൺ എ ടെക്സ്റ്റ് വി ഹാവ് ലേൺ ടു ഇൻറ്ററാക്ട് വിത്ത് ദ റിട്ടേൺ ആൻഡ് ഇറ്റ്സ് ഐഡിയോളജി. അതായത് നമ്മളൊരു ടെക്സ്റ്റ് റീഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യും, അതിലുള്ള ഐഡിയോളജീസ് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്.
Then read the following passage taken from Arundhati Roy's The God of Small Things. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന നോവലിൻ്റെ ചെറിയൊരു പാട്ട് നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് കെയർഫുള്ളി. ആ ഒരു പാസേജ് കെയർഫുള്ളി വായിച്ചു കഴിഞ്ഞിട്ട് here you can see how dominant classes abuse power to exercise their superiority over less fortunate people. ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ഒരു ടെക്സ്റ്റിൽ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ എത്രത്തോളം അതായത് ഡൊമിനൻറ്റ് ക്ലാസ്സസ് ഈ ഒരു ലോവസ്റ്റ് ക്ലാസ്സിനെ എത്രത്തോളം ഡൊമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൻ്റെ ഈ ഒരു പാസേജിൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. The God of Small Things by Arundhati Roy. As a young boy, Velutha would come with Vellappan to the back entrance of the Ayman house to deliver the coconuts. അതായത് വെളുത്ത എന്ന് പറയുന്നത് ഒരു ലോവർ കാസ്റ്റ് സൊസൈറ്റിയിലുള്ള ഒരു ബോയാണ്. അതുപോലെ വല്യപ്പാപ്പൻ എന്ന് പറയുന്നത് ഹയർ കാസ്റ്റിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു വെളുത്ത ലോവർ കാസ്റ്റിലുള്ള ഈ ഒരു ബോയ് ഈ ഒരു അയമൻ ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത് തന്നെ ബാക്കിലൂടെയാണ്. ബാക്ക് എൻട്രൻസ് ആണ് ഈ ഒരു ബോയ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോയ്ക്ക് ഫ്രണ്ട് ഭാഗത്ത് കൂടെ എൻ്റർ ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു ഹൈ കാസ്റ്റ് പീപ്പിൾസ് എങ്ങനെയാണ് ലോവർ കാസ്റ്റ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും. എത്രത്തോളം ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ മനസ്സിലാകും. They had plucked from the trees in the compound. Papaji would not allow Paravans into the house. Paravans is a kind of low caste people. അപ്പോൾ ഈ ഒരു പപ്പച്ചി എന്ത് ചെയ്യില്ല, പരവൻസിനെ ഈ ഒരു വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാൻ അനുവദിക്കില്ല. കാരണം എന്താണ്, അവർ ലോ കാസ്റ്റ് പീപ്പിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹൈ കാസ്റ്റ് പീപ്പിൾ ലോ കാസ്റ്റ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. They were not allowed to touch anything that touched. അതുപോലെ ടച്ചബിൾ ആയിട്ടുള്ള അൺടച്ചബിൾ ആയിട്ടുള്ള പീപ്പിൾസ് ടച്ച് ചെയ്തിട്ടുള്ള തിങ്സ് ഒന്നും ഈ ഒരു ഹൈ കാസ്റ്റ് പീപ്പിൾ ടച്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയും, അതായത് ഈ ഒരു പവർ റിലേഷൻ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹൈ കാസ്റ്റ് പീപ്പിൾസിൻ്റെ പവർ എങ്ങനെയാണ് ലോ കാസ്റ്റ് പീപ്പിൾസിനെ ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും. Caste Hindus and caste Christians made Mamachi told Esther and Rahel that she could remember a time in her girlhood when Paravans were expected to crawl backward with Rome, sweeping away their footprints, that Brahmins or Syrian Christians would not defile themselves by accidentally stepping into Paravans' footprint. In Mamachi's time, Paravans, like other untouchables, were not allowed to walk on public roads, not allowed to cover their upper bodies, not allowed to carry umbrellas. They had to put their hands over their mouths when they spoke to divert their polluted breath away from those whom they addressed. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോവർ കാസ്റ്റ് പീപ്പിളാണ് പരവൻസ്. അവർക്ക് ഈ ഒരു പബ്ലിക് റോഡിലൂടെയൊന്നും നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ അവരുടെ അപ്പർ ബോഡീസ് കവർ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അംബ്രലാസ് ക്യാരി ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ വായുടെ അവിടെ കൈകൊണ്ട് മറച്ചിട്ട് വേണം സംസാരിക്കാൻ. കാരണം അവരുടെ ബ്രീത്ത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇവിടേക്ക് നമുക്ക് എത്രത്തോളം ഹൈ കാസ്റ്റ് പീപ്പിൾസ് ലോ കാസ്റ്റ് പീപ്പിൾസിനെ അതായത് പവർ ഇമ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് എത്രത്തോളം പവർ ഇവർ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലോ കാസ്റ്റ് പീപ്പിൾസിനെ എന്നുള്ളത് നമുക്ക് ഈ ഒരു അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹിയർ ബൈ അബ്യൂസിങ് ദ പരവൻസ് ദ ഡൊമിനൻറ്റ് ക്ലാസ് ഹിയർ അപ്പച്ചീസ് ഫാമിലി ഈസ് ട്രൈങ് ടു റീഇൻഫോഴ്സ് ദ എക്സിസ്റ്റിംഗ് പവർ റിലേഷൻസ്. അതായത് നമുക്കിവിടെ പരവൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡൊമിനൻറ്റ് ക്ലാസ് ആണ്, അതായത് ലോ കാസ്റ്റാണ്. ഇവിടെ ഡൊമിനൻറ്റ് ക്ലാസ് അതായത് പപ്പച്ചീസ് ഫാമിലി എത്രത്തോളം ഇവരെ പവർ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദസ് ദ എക്സിസ്റ്റിംഗ് പവർ സിസ്റ്റം വിൽ കണ്ടിന്യൂ. ആ ഒരു എക്സിസ്റ്റിംഗ് പവർ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഹൈ കാസ്റ്റ് ഡൊമിനൻറ്റ് പീപ്പിൾസ് ലോ കാസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ബാഡായിട്ടാണ് അല്ലേ. അവർ ഈ ഒരു ഡൊമിനേഷൻ അവരിൽ
ഒപ്രസ് ചെയ്യാണ്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ചിൽഡ്രനൊക്കെ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സൊസൈറ്റിയിൽ ആ ഒരു പ്രാക്ടീസസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ചിൽഡ്രൻ ഹൂ സീസ് ദിസ് പ്രാക്ടീസ് വിൽ ഇൻറ്റേർണലൈസ് ദം ആസ് റൈറ്റ്. അപ്പോൾ ഈ ചിൽഡ്രൻ എന്താ വിചാരിക്കുന്നത്, അത് അവരുടെ റൈറ്റ് ആണെന്ന് കരുതി എന്ത് ചെയ്യും, അത് അവർ ഇൻറ്റേർണലൈസ് ചെയ്യും. എന്നിട്ടോ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, അവരത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ ഒരു കസ്റ്റം എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വി ലേൺ സച്ച് ഡൊമിനൻറ്റ് ഐഡിയാസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, സ്കൂൾ, എക്സ്ട്രാ, വിച്ച് ആൽത്തൂസ് റെഫേഴ്സ് ആസ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരസ്, ISA. അതായത് ഈ ഒരു പവർ റിലേഷൻ എൻഫോഴ്സ് ചെയ്യുന്ന ഇത് ഫാമിലി, സ്കൂള് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇതിന് പറയുന്ന പേരാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നുള്ളത്, ISA എന്നുള്ളത്. Then in the passage number 86-87 of the textbook you can see a passage. The passage is taken from the famous novel Jane Eyre, Charlotte Bronte. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ 86-87 പേജ് നമ്പറിൽ നമുക്കൊരു പാസേജ് കാണാൻ കഴിയും. അതായത് ജെയിൻ എയർ, ഷാർലറ്റ് ബ്രോണ്ടൻ്റെ ജെയിൻ എയർ. അതിൽ എത്രത്തോളം ജെൻഡർ റിലേഷന്, അതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷന്, പവർ റിലേഷനൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ജെയിൻ എയർ ബൈ ഷാർലറ്റ് ബ്രോണ്ടെ. ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ബൈ ജെയിൻ എയർ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് ജെയിൻ എയർ ആണെന്നാണ് പറയുന്നത്. ഷീ ഈസ് ഇൻ ലവ് വിത്ത് മിസ്റ്റർ റോജസ്റ്റർ ഈസ് ഗോയിങ് ടു മാരി മിസ് ഇൻഗ്രാം. അതായത് അവൾ മിസ്റ്റർ റോജസ്റ്ററുമായിട്ട് ലവ് ആയിരുന്നു, പക്ഷെ റോജസ്റ്റർ മാരി ചെയ്യാൻ പോകുന്നത് മിസ് ഇൻഗ്രാമിനെയാണ്. ഇവിടെ നമുക്ക് ജെൻഡർ റിലേഷൻസ് ഇൻ വിക്ടോറിയൻ ഇംഗ്ലണ്ട് ഈസ് വിസിബിൾ ഫ്രം ദ പാസേജ്. ഈ പാസേജിൽ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലുള്ള ജെൻഡർ റിലേഷൻസ് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ലെറ്റ് us see a few lines. അതായത് ഈ ജെയിൻ എയറിൻ്റെ ഒരു ചെറിയ ലൈൻസ് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. I saw he was going to marry her for family, perhaps political reasons, because her rank connections suited him. I felt he had not given her his love, and that her qualifications were ill adapted to win from him that treasure. This was the point. This was where the nerve was touched and teased. This was where the fever was sustained and felt she could not charm him. ഇവിടെ നമുക്ക് ജെൻഡർ റിലേഷൻ കാണാൻ കഴിയും. അതായത് ജെയിൻ എയർ പറയുന്നുണ്ട് എന്ത്, ഐ ഫെൽ ഹി ഹാഡ് നോട്ട് ഗിവൻ ഹർ ഹിസ് ലവ്. അതായത് അവൾക്ക് അവൻ്റെ ലവ് ഒന്നും നേടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ മെയിൽ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു, മെയിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. കാരണം എന്താണ്, അതായത് അവൾക്ക് ക്വാളിഫിക്കേഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അവൻ്റെ ലവ് അവൾക്ക് നേടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവിടെ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് എന്നുള്ളത്, അതായത് മെയിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള വിക്ടോറിയൻ ഏജിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഫ്രം ദ വേർഡ്സ് ഓഫ് ജെയിൻ എയർ ദ സോഷ്യൽ ആൻഡ് ജെൻഡർ സ്റ്റാറ്റസ് ഓഫ് മെൻ ഈസ് എവിഡൻറ്റ്. അതായത് ആ ഒരു സൊസൈറ്റിയിൽ മെന്നിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു ജെയിൻ എയറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐ ഫെൽറ്റ് ഹി ഹാഡ് നോട്ട് ഗിവൺ ഹർ ഹിസ് ലവ് ആൻഡ് ദാറ്റ് ഹെർ ക്വാളിഫിക്കേഷൻസ് were ill adapted to win from him that treasure. അതായത് ജെയിൻ എയർ പറയുന്നുണ്ട് എന്ത്, അവൾക്ക് അവൻ്റെ ലവ് ഒന്നും നേടാനുള്ള സാധ്യതയില്ല, കാരണം അവളുടെ ക്വാളിഫിക്കേഷൻ അതിന് മതിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഒരു മെയിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ജെയിൻ എയർ സേസ് ദാറ്റ് മിസ് ഇൻഗ്രാംസ് ക്വാളിഫിക്കേഷൻ ആർ നോട്ട് ഇനഫ് ടു വിൻ ഹിസ് ലവ് വിച്ച് ഈസ് എ ട്രഷർ. അതായത് ഈ ഒരു മിസ് ഇൻഗ്രാമിൻ്റെ ക്വാളിഫിക്കേഷൻ അത്ര പോരാ, ഈ ഒരു റോജസ്റ്ററിൻ്റെ ലവ് വിൻ ചെയ്യാൻ അത്ര പോരാ എന്നുള്ളത് ആണ് ജെയിൻ എയർ പറയുന്നത്. അപ്പോൾ ഈ ഒരു മെയിൽ ഡോമിനൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജെയിൻ ഗോസ് ടു സേ ദാറ്റ് ഷീ കുഡ് നോട്ട് ചാം ഹിം. ദ ക്യാപിറ്റലൈസ്ഡ് വേർഡ്സ് ഓൾസോ ഷോ ഹൗ എ വിക്ടോറിയൻ വുമൺ ഹാസ് ഇന്റേണലൈസ്ഡ് ദ മെയിൽ ഇമ്പോർട്ടൻസ് പ്രിവെയിൽഡ് ഇൻ ദ സൊസൈറ്റി. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് എ വുമൺ ഷുഡ് ചാം എ മാൻ. അതായത് ഈ ജെയിൻ എയർ പറയുന്നുണ്ട് ഷീ കുഡ് നോട്ട് ചാം ഹിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ അതായത് ഒരു മെയിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു മെയില് ഒരു വുമണിനെ ഒരു സെക്ഷുവൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു മാനിനെ
അതായത് സന്തോഷിപ്പിക്കാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് വുമണിനെ കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ എത്രത്തോളം ജെൻഡർ റിലേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു പാസേജിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. These two passages, such as Jane Eyre, written by Charlotte Bronte, and God of Small Things, written by Arundhati Roy, we can find out the gender relations or power relations hidden in the textbook. Okay. Then I talk about how black and Dalit women are oppressed and marginalized. അതായത് ബ്ലാക്ക് വുമൺ എത്രത്തോളം ഒപ്രസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. വിത്തിൻ വൈറ്റ് റൈസ് മാൻ ഈസ് കൺസിഡേർഡ് സുപ്പീരിയർ ആൻഡ് വൈറ്റ് വുമൺ ഈസ് കൺസിഡേർഡ് ഇൻഫീരിയർ. അതായത് വൈറ്റ് റൈസിൽ നമുക്ക് മാനിനെ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യും, അതുപോലെ വിമണിനെ ഇൻഫീരിയർ ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. വിത്തിൻ ബ്ലാക്ക് റൈസ് ഓൾസോ ദ സെയിം മെയിൽ സുപ്പീരിയോറിറ്റി ക്യാൻ ബി സീൻ. അത് ബ്ലാക്ക് റൈസിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, മെയിലിനെ സുപ്പീരിയർ ആയിട്ടും അതായത് വിമണിനെ എന്തായിട്ടും ഇൻഫീരിയർ ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. യു ക്യാൻ സീ ദാറ്റ് ദ ബ്ലാക്ക് വുമൺ ആർ മോർ ഒപ്രസ്ഡ്. ഈ ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത് മോർ ഒപ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ബ്ലാക്ക് വുമൺ ഈസ് ദ ലോവസ്റ്റ്, ഷീ ഈസ് ഡബ്ലി ഒപ്രസ്ഡ്. അതായത് ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത് ഡബ്ലി ഒപ്രസ്ഡ് ആണ്, അതായത് രണ്ട് തരത്തിൽ അവൾ ഒപ്രസ്ഡ് ആണെന്ന് പറയുന്നത്. ഷീ ഈസ് ഒപ്രസ്ഡ് ആസ് എ വുമൺ, ഒരു വുമൺ എന്നുള്ള നിലയിലും അവൾ ഒപ്രസ്ഡ് ആണ്. ആൻഡ് ഷീ ഈസ് ഒപ്രസ്ഡ് ആസ് എ ബ്ലാക്ക് ആസ് വെൽ, അതുപോലെ അവളൊരു ബ്ലാക്ക് ആണെന്ന നിലയിലും അവൾ ഒപ്രസ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് വുമൺ മോർ ഒപ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇൻ പേജ് നമ്പർ 88 എ പാസേജ് ഫ്രം മായ ആഞ്ചലോസ് ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ഗ്രാജുവേഷൻ ഇസ് ഗിവൺ. റിമെമ്പർ ദാറ്റ് മായ ആഞ്ചലോ ഇസ് എ ബ്ലാക്ക് വുമൺ. അതായത് പേജ് നമ്പർ 88 നമുക്കൊരു പാസേജ് ഉണ്ട്, മായ ആഞ്ചലോയുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ആണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അതിലെത്രത്തോളം അതായത് ഈ ഒരു റാസിസം ഇതിലെത്രത്തോളം റിവീൽ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാകും. അതായത് ബ്ലാക്ക് ഓപ്പറേഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകും. ഗ്രാജുവേഷൻ by Maya Angelou. It tells about Maya Angelou's graduation period, how a white person, Don Levy, exposed that they belong to the community of maids, farmers, workers and washerwomen. അതായത് മായ ആഞ്ചലോയുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേയാണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മായ ആഞ്ചലോയുടെ ഗ്രാജുവേഷൻ പീരിയഡിൽ ഒരു വൈറ്റ് പേഴ്സൺ ഉണ്ടായിരുന്നു, ഡോൺ ലെവി എന്നുള്ളത്. അത് ഈ ഒരു മായ ആഞ്ചലോയെ ഒരു കമ്മ്യൂണിറ്റി ഓഫ് മെയ്ഡ്സിൻ്റെ കാറ്റഗറിയിലും ഫാമേഴ്സിൻ്റെയും അതുപോലെ വർക്കേഴ്സിൻ്റെയും വാഷർ വുമണിൻ്റെ കാറ്റഗറീസിലൊക്കെയാണ് കണ്ടിരുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് ആയത് കൊണ്ട് ഈ മായ ആഞ്ചലോനെ അങ്ങനെയുള്ളൊരു ലോവസ്റ്റ് കാറ്റഗറിയിലാണ് കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ എ ബ്ലാക്ക് വുമൺ ഈസ് ഒപ്രസ്ഡ് ആസ് എ വുമൺ ആൻഡ് ആസ് എ ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് മായ ആഞ്ചലോയുടെ ഗ്രാജുവേഷൻ എന്നുള്ള വർക്ക് അതായത് ബ്ലാക്ക് വുമൺ എന്നുള്ള നിലയിൽ എത്രത്തോളം ഒപ്രഷൻ ഉണ്ടെന്നും അതുപോലെ ഒരു വുമൺ എന്നുള്ള നിലയിൽ എത്രത്തോളം ഒപ്രഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, I conclude today's topic. Thank you for watching our video. If you are interested, please subscribe, comment, share, like.